കർത്താവായ ദൈവമേ, മരണം മൂലം വേർപെട്ടു പോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഹാലിതര പ്രാപിച്ചവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്ക് വേണ്ടി വിധിവിരഹസ്യങ്ങൾ വിശുദ്ധിയോടുകൂടെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. നിങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതും എന്നാൽ നന്ദി പ്രകാശിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും.
സർവ്വതോത്രിതം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നയിക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 51 മുതലുള്ള വാക്യങ്ങൾ കർത്താവെ ശ്രദ്ധിക്കണമേ. സഹോദരരെ, ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ലെന്നും നശ്വരമായത് അനശ്വരമായതിനെ അവകാശപ്പെടുത്തുകയില്ലെന്നും ഞാൻ പറയുന്നു. ഇതാ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാമമായത് അനശ്വരവും മൃത്യമായത് അമർത്യവും ആകേണ്ടിയിരിക്കുന്നു. അങ്ങനെ നശ്വരമായത് അനശ്വരതയും മർത്യമായത് അമർത്യതയും പ്രാപിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം വികസിച്ചു എന്നെഴുതപ്പെട്ടത് യാഥാർത്ഥ്യമാകും. മരണമേ, നിന്റെ വിജയം എവിടെ? മരണമേ, നിന്റെ ദംശനം എവിടെ? മരണത്തിന്റെ ദംശനം പാപവും പാപത്തിന്റെ ശക്തി നിയമവുമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. അതിനാൽ എൻ്റെ മത്സര സഹോദരരെ, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലമായിരിക്കുവിൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുന്നു. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുകയും എന്നതായിരിക്കും വിശന്നു നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കൊടുത്തു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവിനെ വിശക്കുന്നവനായ കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായ കണ്ട് കുടിക്കുവാൻ നൽകിയിരിക്കുമ്പോൾ നിങ്ങൾ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നായി കണ്ട് കുടിപ്പിച്ചതും ഇപ്പോൾ നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ കണ്ട് സന്ദർശിച്ചത് ഇപ്പോൾ. രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ഏറ്റവും വലിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അനന്തരം അവൻ തന്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങളിൽ നിന്നും അകന്ന് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന
നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഈശോയുടെ സ്നേഹത്തിൽ പ്രിയപ്പെട്ടവർ, ഇപ്പോൾ കിടത്തൊട്ടി വിൻസെന്റ് ആശ്രമത്തിന് സുപ്രീർ ബഹുമാനപ്പെട്ട ജോർജ് പൊട്ടേലച്ചൻ ഈ ദിവസത്തിന്റെ സന്ദേശം നൽകുന്നതാണ്. മിശിഹായിൽ പ്രിയപ്പെട്ട വികാരിയച്ഛൻ, മറ്റച്ഛന്മാരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, വിശ്രമം കൊള്ളുന്ന ഈ കല്ലറയ്ക്ക് ചുറ്റുമായിട്ട് നമ്മളിവിടെ നിൽക്കുന്നത്. ഈ ദിവസം 4 കാര്യങ്ങളാണ് നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത്, നമ്മിൽ നിന്ന് വേർപെട്ടു പോയ നമ്മുടെ പൂർവികരും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും അവരുടെ ജീവിതത്തിൽ അവരിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഒത്തിരിയാണ്. നമ്മൾ ഈ അവസ്ഥയിലായിരിക്കുന്നത് അവർ നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വേദനകളും സങ്കടങ്ങളും ഒക്കെ അതുകൊണ്ടാണ് നമ്മൾ ഈ അവസ്ഥയിലായിരിക്കുന്നത്. ഇന്ന് ഈ നാടിൻ്റെ അവസ്ഥയും ഈ രീതിയിലാകാനുള്ള കാരണം അവർ നമുക്ക് വേണ്ടി ഏറ്റെടുത്ത ഉത്തരവാദിത്വങ്ങൾ, കുടിയേറ്റത്തിൻ്റെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ ഏറ്റെടുത്താണ് അവർ ഇവിടെ ജീവിച്ചത്. അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ഒരു പരിധി വരെ അറിയാതെ നമ്മളെ വളർത്തി വലുതാക്കി ഈ അവസ്ഥയിൽ നമ്മളെ കൊണ്ട് എത്തിച്ചു. അവരുടെ ജീവിതത്തെ ഓർത്ത് അവരെ ഓർമ്മിക്കുന്ന ഈ നിമിഷം നല്ല ദൈവത്തിന് നന്ദി പറയാം. അതോടൊപ്പം അവരെയും നന്ദിയോടെ ഓർക്കാം. അവരുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, അവരുടെ കഷ്ടപ്പാടുകളൊക്കെ കുറച്ചെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. എങ്കിലും അവർ സഹിച്ചതൊന്നും പലപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണമെന്നില്ല. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, നമ്മുടെ പൂർവികരും നമ്മുടെ പ്രിയപ്പെട്ടവരുമൊക്കെ നമ്മൾ ചെയ്തു തീർക്കാൻ അല്ലെങ്കിൽ ബാക്കി വെച്ചിട്ട് പോയ കുറേ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിയാതെ അവർ ഈ ലോകത്തോട് വിടവാങ്ങി. അങ്ങനെ വിടവാങ്ങിയ അവരെ സംബന്ധിച്ചിടത്തോളം അത് മക്കളിലൂടെയും പ്രിയപ്പെട്ടവരിലൂടെയും പൂർത്തിയാകുമെന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ് അവർ വിടവാങ്ങിയത്. അവർ തുടങ്ങി വെച്ചതും അവർ ആഗ്രഹിച്ചതും ഒക്കെ പൂർത്തിയാക്കാൻ ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു ദിവസം കൂടിയാണ്. എന്തായിരുന്നു അവരുടെ സ്വപ്നങ്ങൾ, എന്തായിരുന്നു അവരുടെ പ്രതീക്ഷകൾ, എന്തായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ രൂപപ്പെടുത്തിയ ആശയങ്ങളും ചിന്തകളും ഒക്കെ, അതനുസരിച്ചാണോ ഇന്ന് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്, അതനുസരിച്ചാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്, അതനുസരിച്ചാണോ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ മുന്നോട്ട് പോകുന്നതെന്ന് ചെറുതായിട്ടൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അവർക്ക് ഒരുപാട് പദ്ധതികളും ഒരുപാട് പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് കടന്നുപോയത്. അതോടൊപ്പം നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്കായി പകർന്നു തന്ന സംസ്കാരത്തിൻ്റെ ഒരു വലിയ നന്മയുണ്ട്. നമ്മുടെ ജീവിതത്തിലൂടെ ആ നന്മകളൊക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അത് പ്രചരിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ജീവിത ശൈലി പിന്തുടർന്നുകൊണ്ടാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത്? അവർ ഒരുപാട് മൂല്യങ്ങളൊക്കെ കാത്തു സൂക്ഷിച്ച് മലബാറിൻ്റെ മണ്ണിൽ കുടിയേറിയപ്പോൾ വിശ്വാസത്തിൻ്റെ ദീപം കെട്ടുപോകാതെ കാത്തു സൂക്ഷിച്ച് നമുക്കായി പകർന്നു തന്നു. ഇനി ആ വിശ്വാസത്തിൻ്റെ ദീപം അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ട് അവർ നമ്മളോട് യാത്ര പറഞ്ഞ് പോയി കഴിയുമ്പോഴും ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്ത് നമ്മുടെ ഭാവി തലമുറയ്ക്കും നാടിനും വിശ്വാസത്തിൽ ജീവിക്കുന്ന സാക്ഷികളായി തീരുമാനമുള്ള ആ ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള കാര്യം ഇന്ന് സഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ കാര്യം, നമ്മിൽ നിന്ന് വേർപെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. നവംബർ മാസം നമ്മിൽ നിന്ന് വേർപെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളതാണ്. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. നമ്മളിൽ നിന്ന് വേർപെട്ടു പോയവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വർഗത്തിലാണോ ശുദ്ധീകരണ സ്ഥലത്തിലാണോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റില്ല. അതിനുള്ള ഒരു അറിവ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടാൻ സാധ്യതയുമില്ല. അങ്ങനെയാണെങ്കിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ, അവരുടെ ഇനി എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ അവരുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കടമയുണ്ട്, നമുക്ക് ചുമതലയുണ്ട്. അങ്ങനെ നമ്മൾ അർപ്പിക്കുന്ന പ്രാർത്ഥന അവർക്കും നമ്മിൽ നിന്ന് വേർപെട്ടു പോയ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഉപകാരമായിരിക്കുമെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നുമുണ്ട്. അങ്ങനെ നമ്മിൽ നിന്ന് വേർപെട്ടു പോയവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവർ കുറ്റങ്ങളും കുറവുകളും മൂലം അവർക്ക് സ്വർഗ്ഗപിതാവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് പിതാവിൻ്റെ തിരുമുഖം ദർശിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അനുവാദം കിട്ടാൻ വേണ്ടി നമുക്ക് അവരോട് ഓർത്ത് പ്രാർത്ഥിക്കാം. നാലാമത്തെ കാര്യം, ഇന്ന് നാം ഇവിടെ നിൽക്കുന്നു. ഒരുപാട് പേരെ നമ്മൾ ഈ മണ്ണിൽ ഇവിടെ വെച്ച് യാത്രയാക്കിയതാണ്. ഒരു ദിവസം ഇതുപോലെ നമ്മയും യാത്രയാക്കാൻ ഈ നാട്ടുകാരും വീട്ടുകാരും ഇടവക്കാരും എല്ലാം ഇവിടെ വരും. അന്ന് നമ്മളെ ഇവിടെ ആക്കിയിട്ട് അവർ തിരിച്ചു പോകും. നമുക്കുമുണ്ട് ജീവിതത്തിനൊരു സമാപനം. നമുക്കുമുണ്ട് ജീവിതത്തിൽ മരണം എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അങ്ങനെ മരണം എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ പിതാവിൻ്റെ സന്നിധിയിലേക്കുള്ള യാത്രയാണിത്. ഇവിടെ നിന്ന് പിതാവിൻ്റെ സന്നിധിയിലേക്കുള്ള യാത്ര ഫലപ്രദമായി അത് ഏറ്റവും വിജയപ്രദമായി നടപ്പാക്കാൻ ഉണ്ട്. അതിനുവേണ്ടി തയ്യാറായി ജീവിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ വാട്സപ്പിൽ ഒരു സന്ദേശം കണ്ടു. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. ആ യാത്ര എത്രയും സുഖകരമാകാനും പിതാവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് മരണാസന്നനായ ഒരു വ്യക്തി ഇട്ട കുറിപ്പാണ്.
നമ്മളും ജീവിതത്തിൽ പലപ്പോഴും ചിന്തിക്കുന്നത് പ്രായമായ ഒരു പരിധി കഴിയുമ്പോൾ, പ്രായത്തിലൊരു പരിധി കഴിയുമ്പോഴാണ് നമ്മുടെ മരണം ആശ്ലേഷിക്കുക എന്നാണ്. അങ്ങനെയല്ല, ഇപ്പോഴെപ്പോൾ വേണമെങ്കിലും മരണം നമ്മുടെ ജീവിതത്തെ തട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കേണ്ടവരാണ് നമ്മൾ, ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കണക്ക് കൊടുക്കേണ്ടവരാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ ആ കണക്ക് തയ്യാറാക്കിക്കൊണ്ടും ഇന്ന് ദൈവം എൻ്റെ ജീവിതത്തെ തിരിച്ചു വിളിക്കുന്നെങ്കിൽ ആ വിളി സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് നമുക്ക് കഴിയണം. കാൽവരിയിൽ നല്ല കടനോട് കർത്താവ് പറഞ്ഞു, നീ ഇന്ന് എന്നോട് കൂടി പരദീസായിലായിരിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് അല്ലെങ്കിൽ പരദീസായുടെ ആ സന്തോഷത്തിലേക്ക് കടക്കാൻ ദൈവം നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അതിന് ഞാൻ തയ്യാറാവണം. മരണം ഈ ലോക ജീവിതത്തിൽ ഏറ്റവും സുനിശ്ചിതമായ ഒരു കാര്യമൊന്ന് മാത്രമേ ഉള്ളൂ, മരണം. അതെപ്പോൾ സംഭവിക്കുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. എപ്പോൾ സംഭവിച്ചാലും ദൈവത്തിൻ്റെ വിളിക്ക് കാതോർത്തിരിക്കാൻ നമുക്ക് കഴിയട്ടെ. മരണം ഭീതിപ്പെടുത്തുന്ന ഒരു അനുഭവമല്ല. ഫ്രാൻസിസ് അസീസി മരണത്തിൻ്റെ നിമിഷങ്ങൾ അടുത്തപ്പോഴും പറഞ്ഞു, എൻ്റെ സഹോദരി എന്നെ കാണാൻ വരുന്നുള്ളൂ. മരണം അത്രമാത്രം സ്നേഹത്തിൻ്റെ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് പൂർണ്ണമായിട്ടും അരിഞ്ഞു ചേരുന്ന, ഒന്നിച്ചു ചേരുന്ന നിമിഷമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം മരണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ തയ്യാറാകണം. ആ ഒരു ദൈവത്തോട് ചേരുന്ന വിശുദ്ധ നിമിഷമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സാഫല്യമെങ്കിൽ അത്രമാത്രം നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങണം. പക്ഷേ ഈ ഒരു ചിന്ത നമ്മളിവിടെ പലരെയും യാത്രയാക്കിയിട്ട് തിരിച്ചു പോകുമ്പോൾ നമുക്കും പലപ്പോഴും ഇങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. മരണത്തിൽ ഒരുങ്ങണമെന്നും ജീവിതത്തിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ കണക്ക് കൊടുക്കണമെന്നുള്ള ഉത്തരവാദിത്വങ്ങളോ ചിന്തകളോ ഒന്നുമില്ലാതെ പിന്നെയും പഴയപടി നമ്മൾ ജീവിക്കുന്നു. മരണത്തെപ്പറ്റി ചിന്തിക്കുക, നീ മേൽ പാപം ചെയ്യില്ല എന്ന് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു. നമ്മുടെ മരണത്തെപ്പറ്റിയുള്ള ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകേണ്ടി വരുമെന്നുള്ള ആ ചിന്ത നമ്മുടെ ജീവിതത്തിൽ കുറച്ചുകൂടി നമുക്ക് ദൈവഭയവും സഹോദരങ്ങളോടും പ്രിയപ്പെട്ടവരോടുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കാൻ അത് നമ്മെ പ്രേരിപ്പിക്കും. അങ്ങനെ ഈ മരിച്ചവരുടെ ഓർമ്മ ദിവസം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. വേർപെട്ടു പോയവരെ നമ്മൾ സ്നേഹത്തോടെ ഓർക്കുന്നു. പ്രിയപ്പെട്ടവർക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു വിശുദ്ധ നിമിഷമാണിത്. ഈ വിശുദ്ധ നിമിഷം ഇതുപോലെ സജ്ജമാക്കിയ വികാരിച്ചനെയും കൊച്ചനെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഞാൻ ഒരിക്കലും ഇതുപോലെ സെമിത്തേരിയിൽ ആവശ്യമായ വെഞ്ചരിപ്പൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെ വെച്ച് കുറച്ച് സമയം പ്രിയപ്പെട്ടവരോട് ചേർന്ന് നിൽക്കാനായിട്ട് കിട്ടുന്ന അവസരം ഒരുക്കിയ ഒരു അനുഭവം ഇതിനു മുമ്പ് എനിക്ക് കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ പങ്കുചേർന്നിട്ടുമില്ല. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ എല്ലാവരെയും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. എത്ര തീക്ഷ്ണമായിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നത്. ദേവാലയത്തിൽ പെരുന്നാളിന് ഒരുമിച്ച് കൂടുമ്പോഴൊന്നും ഇത്രയും തീക്ഷ്ണതയും ഉത്സാഹമൊന്നും കാണാറില്ല. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്കുള്ള നല്ല ഓർമ്മയുടെ ദിവസം നമ്മുടെ മനസ്സിലും ഈ ചിന്തകളൊക്കെ ഉണ്ടായിരിക്കട്ടെ. ഇനിയും ദൈവം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു പിടിക്കുന്നത് ഇതുപോലെ ബാക്കിയുള്ളവരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെ സന്നിഹിതമാകണമെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഉപകാരവും നന്മയും ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയട്ടെ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിനെന്നുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സ്വരം കേൾക്കാനാണ് നമ്മുടെ ജീവിതത്തിലെ വഴികളെ ക്രമീകരിക്കേണ്ടത്. അതല്ലാതെ ശപിക്കപ്പെട്ടവരെ എന്നുള്ള ദൈവത്തിൻ്റെ ശാപം കേൾക്കാനല്ല. എല്ലാം നന്മകളും തന്ന് നമ്മെ അനുഗ്രഹിച്ചു നമ്മുടെ ജീവിതത്തിന് വേണ്ടി എല്ലാം കരുതലോടെ കാത്തു സൂക്ഷിച്ച് നമ്മെ വേർപെട്ടു പോയ പ്രിയപ്പെട്ടവരുടെ ഓർമ്മ ആചരിക്കുമ്പോൾ, അനുസ്മരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം നന്മ ചെയ്തതിന് ദൈവം നൽകുന്ന പ്രതിസമ്മാനത്തിന് നമ്മൾ അർഹരായിത്തീരാനായിട്ട് നമുക്ക് തുറന്ന് പരിശ്രമിക്കാം. ഈ ഇവിടെ ചെലവഴിച്ച നിമിഷങ്ങൾ ഇനിയുള്ള ജീവിതത്തിൽ ഈ ഒരു ചിന്ത ജീവിതത്തിൽ നന്മയുടെ വഴിയിലൂടെ പോകാനുള്ള ഒരു പ്രചോദനം നമുക്ക് നൽകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം നേരുന്നു. മാമോദിസവഴി സ്വർഗ്ഗരാജ്യത്തിന് അവകാശികളാകുകയും മണ്ണ് വഴി ഞങ്ങൾ നിന്ന് വേർപിരിക്കുകയും ചെയ്ത സഹോദരങ്ങളെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസമുള്ള അനുഗ്രഹിക്കണമെന്ന് ഈശോയുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് മരിച്ചവരുടെ കരം മോചിക്കാൻ കരുണയുണ്ടാകണമെന്ന് ഉദാഹരണപ്പെടുത്തി ശുദ്ധമാക്കണമെന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ മിശിഹായുടെ ഉയർപ്പിന്റെ മഹത്വത്തിൽ പങ്കുകാരാക്കണമെന്ന് ഈശോയുടെ ശുദ്ധീകരണത്താൽ പരിപോഷിക്കപ്പെട്ടവരും മരണാനന്തര പ്രാപിച്ചതുമായ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് സൂര്യനെ വില്ലുന്ന ശോഭയുടെ ഞങ്ങളും അവസാന വിദേശത്തിൽ ഉയർത്തിനേൽക്കാൻ വരം തരണമെന്ന് നീതിമാന്മാർക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗ്ഗരാജ്യത്തിൽ ഞങ്ങളും എത്തിച്ചേരാൻ ഇടയാക്കണമെന്ന് മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ
ഞങ്ങളുടെ പരിശുദ്ധ പിതാമാർ ലിയോ 14 പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപൊലീത്തായും ഞങ്ങളുടെ അതിരുപിതാധീശനായ മാർ ജോസഫ് മെത്രാപൊലീത്തായും എല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് അനന്തമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ ശാന്തി സമാധാനം ഞങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവരെ നിത്യമഹത്വം അണയിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും.
വലിയവരൊപ്പം കാത്തുവസിക്കുന്നു മൃതരെല്ലാരും നിൻ മഹിതോദ്ധാരത്തിൽ ശരണം തേടുന്നു ബുദ്ധിതരായിടുവാൻ. സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുൻപുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യരായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശാരീരികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം പരിസ്ഥിതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പത്രാശിമാരും മേജരാശിമാരും മെത്രാപോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ വിശ്വാസികളുമായ എല്ലാ ഭരണാർത്ഥങ്ങളെ സത്യവിശ്വാസത്തോട് മരിച്ച് ഈ ലോകത്തു നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. നിശ്ചയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനെ രക്ഷിക്കും. സ്വർഗരാജ്യത്തിന് നിത്യജീവനും കാരണമാകട്ടെ. എന്റെ സഹോദരൻ, ഈ കുർബാന ഞങ്ങളുടെ ഗ്രഹങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ട നിറവേറ്റുവാൻ അങ്ങേ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങൾ പ്രതി ഞങ്ങൾ അംഗീകരിക്കുന്നു. നീ പറയുന്നു അങ്ങയുടെ അഭിഷേകത്തിന്റെ രക്തങ്ങളാദ്യ രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, വിശേഷത്തിൽ നിങ്ങൾ സമാധാനം നൽകുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷയോട്
ഭക്തിയോടുകൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യഗണത്തോട് കരുണ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ പ്രവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്തു സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, എളുപ്പത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ.
അപ്രകാരം തന്നെ കാസയും എടുത്തു കൃതജ്ഞതാസ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനാൽ അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഇതിനെ ആശീർവദിക്കുകയും സൗദ്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ പ്രതിക്ക് പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിലും കാരണമാകട്ടെ. വിസ്മയാവഹവുമായ രക്ഷാബന്ധത്തെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ വർഗത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. നിന്റെ നാമത്തിനാദരായി ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും എന്നുമേ എപ്പോഴും എന്നേക്കും. പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപീന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, വഴി തുറന്നു വന്നു. രക്ഷാറിയിക്കുന്നവർ സ്വരം കേട്ട് മരിച്ചവർ ജപിക്കുകയും അവർ ഒരുത്തേ കേൾക്കുകയും ചെയ്യുന്നു. സഹോദരരെ വരുവിൻ, വിശേഷത്തിൽ ശരീരങ്ങൾ സ്വീകരിച്ച് മരിച്ചവരുടെ ഉറപ്പ് നമുക്ക് പ്രഘോഷിക്കാം.
പ്രാർത്ഥനകൾ ബലികൾ കാഴ്ചകൾ അനവരതം കനിവോടു കൈക്കൊണ്ടരുളണമേ. ആബേൽ നോഹയും അബ്രാഹം യോഗമടച്ചൊരു ബലിയിൽ കൃപയാർന്നതുപോലെ ഈ ബലിയും കൃപയോടു തൃക്കൺ പാർക്കണമേ. സ്ലീഹന്മാരുടെ ബലിയും വിധവയുടെ കാണിക്കയതും കൈക്കൊണ്ട നാഥ കനിയണമേ ബലിയിൽ. കർത്താവേ നിന്ദാസക്കായി സന്നിധിയിലടച്ചിടും ബലിതു തൃക്കൺ പാർക്കണമേ. മൃതരുടെ പാപം മായ്ക്കണമേ. കരുണാനിധിയാം കർത്താവേ ചേർക്കണമേ നിന്ദാസനെ. പരിശുദ്ധന്മാർ മരുവീടും പരമോന്നതമാം രാജ്യത്തിൽ. ദിവ്യഗണത്തോടൊത്ത നിശം മഹിമേഴുന്നൊരു ത്രിത്വം സ്തുതിഗീതങ്ങൾ ഉയർത്തിടുവാൻ കരുണയോടിവരിൽ കനിയണമേ. അർപ്പിച്ചവരാമകിലർക്കും കരുണയുടെ ഗണമഖിലേശ ദിവ്യാനുഗ്രഹമെന്നെന്നും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി.
മുൻപാകെ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുദ്ധാരം രക്ഷയുയരും നൽകുന്നു. ആകാശം ഭൂമി നിന്റേതാകുന്നു, ആകാശവുമേ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും, മൃതരാംഗരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരും നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവൻ ആനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യശരീ മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാപാപുത്രൻ റുഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ കൃപയുടെ നാട്ടിൽ ചേർക്കേണം. തെളിവായ എന്നുടെ നാദാനെ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായ എണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങ് ആകാശത്തിലും ഭൂമിയിലെ സ്തുതിരഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ വിശ്വാസമടി ദാസം ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാം നോഹബരാഹം ഇസഹാക്യാക്കോ മഹിദാസ്യതൻ പരിപാവനമാ ബലികൾ പോലെ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ. പുരുവത്സലരാം സ്ലീഹരുമരുഭൂ വിനയാന്വിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാ ബലിപോൽ നാഥ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാ വരമരുളേണം. ഉന്നത നൃപനാ മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാ മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അന്ത്യമഴത്തോരവികലമോധം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവരെങ്കിൽ ചേർക്കണമീശോ.
അപ്പോഴാണ് ക്ലിയർ ആയിട്ട് കിട്ടുക. അല്ല ആളില്ലാത്തോണ്ട് പിടിക്കാമല്ലോ. രസമാണ്. എന്തായാലും ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞൊന്നും എടുക്കാന്ന് കുഴപ്പമില്ല.